കണ്ണൂരിൽ സീബ്ര ലൈൻ മുറിച്ചു കടക്കുന്നതിനിടെ കുട്ടികൾക്ക് നേരെ വണ്ടി മുന്നോട്ടെടുത്ത് കാർ യാത്രക്കാരൻ. തിങ്കളാഴ്ച വൈകിട്ട് ആലക്കോടാണ് സംഭവം. കായിക പരിശീലകനാണ് കാർ ഓടിച്ചത്. ഹോംഗാർഡ് തടഞ്ഞിട്ടും കാർ മുന്നോട്ട് നീക്കുകയായിരുന്നു. ആദ്യം ദൃശ്യങ്ങൾ കാണാം. അല്ല വണ്ടിയോട് നിൽക്കാറ് നിങ്ങൾ ഈ പിള്ളേരോട് നിൽക്കുന്ന കണ്ടില്ലേ? അല്ല ഈ പിള്ളേരോട് നിൽക്കുന്ന കണ്ടില്ല. അവർക്ക് ജീവനാളെ അങ്ങനെ മുന്നേറ്റുണ്ടെങ്കിൽ വണ്ടി അല്ല നിൽക്കുകയാണെങ്കിൽ വണ്ടിയോട് നിൽക്കണം. ആ പിള്ളേർ ഇവിടെ നിന്ന് കുഞ്ഞിലായിരുന്നോ? അല്ല നിങ്ങൾ പിള്ളേർ വണ്ടി ഇവിടെ കുഞ്ഞിലായിരുന്നോ? വണ്ടി പിള്ളേരുണ്ടാക്കുന്നത് ആരവിടെ നിൽക്കായിരുന്നത്? ഞാൻ വന്നപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് പോവുകയല്ലേ ഉള്ളത്? അല്ല സുഹൃത്തെ, നിങ്ങൾ ഈ ജീവനാളെ പിള്ളേർ കടക്കാനായിട്ട് ചേർക്കാൻ വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ, എന്തൊരു മോശം പരിപാടിയാണ് അയാൾ കാണിക്കുന്നത്. കായിക പരിശീലകൻ എന്ന് പറയുമ്പോൾ കായിക അധ്യാപകനാകാം. അതായത് കായിക വിഷയം പഠിപ്പിക്കുന്നത് കൊണ്ട് മാത്രം പിന്നെ അധ്യാപകൻ്റെ ക്വാളിറ്റി ഇല്ലാതിരിക്കണമെന്നില്ലല്ലോ. ഒരു അധ്യാപകനല്ലേ, കുട്ടികളല്ലേ റോഡ് ക്രോസ് ചെയ്യുന്നത്. എന്നിട്ടും ഹോംഗാർഡ് പറഞ്ഞിട്ടും ആ തർക്കം അവിടെ നടക്കുന്നത് വ്യക്തമാണ്. എന്നിട്ടും കുട്ടികളെ നിരക്കി നീക്കുകയാണ് കാർ ഉപയോഗിച്ച്. ഇയാൾക്കെതിരെ കർശനമായ നടപടി തന്നെ എടുക്കേണ്ടതുണ്ട്. അങ്ങനെ പോലീസ് നടപടി എടുത്തിട്ടുണ്ടോ? കൃഷ്ണാജി, ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് സ്കൂൾ വിട്ട സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കണ്ണൂർ ആലക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്കൂൾ വിട്ട വിദ്യാർത്ഥികൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഒരു കാർ യാത്രികൻ അതുവഴി വരികയും വിദ്യാർത്ഥികൾ സീബ്ര ലൈനിൽ നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ആ വരുന്ന ഡ്രൈവറും കണ്ടിട്ടുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ പോകാൻ കാത്തു നിൽക്കാതെ വാഹനം മുന്നോട്ടെടുക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. ഈ വാഹനം വരുന്നത് കണ്ട് കുട്ടികൾ പിന്നോട്ട് മാറുകയാണ്. ആ സമയത്ത് കുട്ടികൾ സീബ്ര ലൈനിൽ നിൽക്കുന്നത് കണ്ടാണ് ഹോംഗാർഡ് അവിടത്തേക്ക് വരുന്നതും ഹോംഗാർഡ് ഈ വാഹനം തടയാൻ ശ്രമിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും ഇയാൾ ഈ സീബ്ര ലൈനിലേക്ക് വാഹനം കയറ്റുകയായിരുന്നു. തുടർന്ന് ഈ ഹോംഗാർഡ് കൃത്യമായി പറഞ്ഞിട്ട് കുട്ടികൾ ഈ സീബ്ര ലൈനിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ, എന്തിനാണ് വാഹനം മുന്നോട്ടെടുക്കുന്നതെന്ന് ഈ ഹോംഗാർഡ് ചോദിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അയാൾ വാഹനം മുന്നോട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായും സമൂഹത്തിന് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട ഒരാളാണ് അധ്യാപകൻ. പക്ഷേ ഇവിടെ ആ അധ്യാപകൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ന്യായീകരിക്കാനാകാത്ത രീതിയിലൊരു പ്രവൃത്തി തന്നെയാണ് ഉണ്ടായെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. സ്വാഭാവികമായും കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ വാഹനം നിർത്തിക്കൊടുത്ത് കടന്ന് ഈ സീബ്ര ലൈൻ കടന്ന് മുന്നോട്ട് പോകുക എന്ന് പറയേണ്ട ആളാണ് അധ്യാപകൻ. പക്ഷേ ഈ കുട്ടികൾ അവിടെ നിൽക്കുന്നത് കണ്ടിട്ടും ഇയാൾ വാഹനം മുന്നോട്ടെടുക്കുകയാണ്. ഏതായാലും ഈ കുട്ടികൾ പോകാതെ നിൽക്കുന്നത് കണ്ടാണ് വാഹനം മുന്നോട്ടെടുത്തത് എന്നാണ് അയാൾ ഇപ്പോൾ പറയുന്ന ഈ അധ്യാപകൻ പറയുന്ന ഒരു ന്യായീകരണം പറയുന്നത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. നിലവിൽ പോലീസ് കേസ് എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും പരാതി ഉയർന്നു കഴിഞ്ഞാൽ നടപടിയെടുക്കാനുള്ള സാധ്യത ഏറെയാണ് കൃഷ്ണരാജ്. പോലീസ് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ സ്വമേധയാ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്ക് പാടില്ലാത്തതാണ് അയാൾ ചെയ്തത്. പ്രത്യേകിച്ച് ഒരു അധ്യാപകനാണ് എന്നിരിക്കെ ഈ കായിക അധ്യാപകനൊക്കെ ആകുമ്പോൾ കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഉറപ്പായിട്ടുണ്ടാകും. അതുപോലും പാലിക്കാത്ത ഒരു മനുഷ്യനായി മാറുന്നുവെങ്കിൽ തീർച്ചയായും അതും കുട്ടികളാണ് സീബ്ര ലൈൻ കടക്കുന്നത് എന്നുകൂടി ഓർക്കണം. സീബ്ര ലൈനിൽ ഒരാൾ കടക്കാൻ ശ്രമിച്ചാൽ വാഹനങ്ങൾ നിർത്തിക്കൊടുക്കേണ്ടത് നിയമപരമായ ഒന്നാണ്. അപ്പോൾ പോലീസിന് വേണമെങ്കിൽ കേസെടുക്കാം, മാധ്യമങ്ങളിൽ വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലേ? തീർച്ചയായും നിയമ നടപടിയായിട്ട് പോലീസിന് കേസെടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ കേസ് ഈ വീഡിയോ ഒക്കെ പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസ് സ്വമേധയാ കേസെടുക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നതെന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. സ്കൂൾ വിട്ട സമയമാണ്. അപ്പോഴാണ് കുട്ടികൾ വൈകിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ റോഡ് ക്രോസ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഇയാൾ ഈ കുട്ടികൾ നിൽക്കുന്നത്, അതായത് സീബ്ര ലൈനിലാണ് കുട്ടികൾ നിൽക്കുന്നതെന്ന് കൂടി ഓർക്കണം. സ്വാഭാവികമായും സീബ്ര ലൈനിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ അതങ്ങനെ ഒരു വഴിയില്ല എന്ന് തെറ്റിദ്ധരിച്ചാണ് അയാൾ മുന്നോട്ടെടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ സീബ്ര ലൈനിൽ കുട്ടികൾ നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആ വാഹനത്തിൻ്റെ ഡ്രൈവറും കണ്ടിട്ടുണ്ട്. പക്ഷേ അയാൾ എന്നിട്ടും ആ കുട്ടികൾ ഒന്ന് കടന്നു പോകുന്നത് കാത്തു നിൽക്കാതെ വാഹനം മുന്നോട്ടെടുക്കുന്നൊരു സാഹചര്യമാണ് അയാൾ ഉണ്ടായത്. അയാൾ പറയുന്നൊരു കാര്യം, കുട്ടികൾ കടന്നു പോകാതെ നിന്നതുകൊണ്ടാണ് വാഹനം മുന്നോട്ടെടുത്തത് എന്നുള്ളതാണ് കൃഷ്ണരാജ്. ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.
കണ്ണൂരിലാണ് സംഭവം. സീബ്ര ലൈൻ മുറിച്ചു കടക്കുന്ന കുട്ടികളെ വണ്ടി കൊണ്ട് ഇടിച്ചു മുന്നോട്ട് നീക്കുകയാണ് കാർ യാത്രക്കാരൻ. അയാൾ ഒരു കായിക പരിശീലകൻ കൂടിയാണ്. ഹോംഗാർഡ് പറയുന്നുണ്ട്, അറിയാതെ സംഭവിച്ചതല്ല, ഹോംഗാർഡ് പറയുന്നുണ്ട് മുൻപോട്ട് എടുക്കരുത്, കുട്ടികൾ നിൽക്കുന്നത് കാണുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും എടുക്കുന്നു. അപ്പോൾ പറയുന്നു, കുട്ടികൾ നിൽക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് ഇത് കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള.